കടിയേറ്റാൽ കടിച്ച ഭാഗത്തിന് മുകളിലായി ടൈറ്റായി കെട്ടണോ, ആ മുറി കീറണോ? ഡയറീസിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അജിത്ത്. ഞാൻ ഡോക്ടർ സ്മൃതി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാമ്പ് കടിയേറ്റാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ്. അജയേട്ടാ, ചിലപ്പോ പാമ്പ് കടിയേറ്റ പേഷ്യൻസ് വരുമ്പോ അവര് പാമ്പ് കടിച്ചതിന്റെ ഭാഗത്തിന് മുകളിലായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? ശരിയാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി പേഷ്യൻസ് തന്നെ കാണാറുണ്ട്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടിക്കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വിഷം അബ്സോർബ് ചെയ്യണത് വളരെ കുറയും, അവിടെ വിഷം ശരീരത്തിൽ കയറില്ല എന്ന് വിചാരിച്ചാണ് ആൾക്കാർ ടൈറ്റായിട്ട് കെട്ടുന്നത്. പക്ഷെ ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടിക്കഴിയുമ്പോൾ രണ്ട് പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയ ഭാഗത്തേക്ക് എങ്ങാൻ വിഷമില്ലാത്തൊരു പാമ്പാണ് കടിച്ചത്, പക്ഷെ നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടുള്ള രക്തോട്ടം കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയും ആ ഭാഗം നശിക്കുകയും അത് ഈവൻ മുറിച്ച് കളയേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. രണ്ട്, ഇനി കടിച്ച പാമ്പ് വിഷമുള്ളതാണെന്ന് വിചാരിക്കാം. നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള രക്തത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും, ശരിയാണ്. പക്ഷെ എങ്ങാൻ ഇത് ലൂസാവുമോ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷം, ഈ വെനം അത് ഭയങ്കര ശക്തിയിൽ ഹാർട്ടിലേക്ക് ചെല്ലുകയും ഹൃദയാഘാതം വരെയും മരണം വരെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടൈറ്റായിട്ട് ഒരു കാരണവശാലും കെട്ടരുത്. നമ്മൾ ശരിക്കും ചെയ്യണം എന്തിനാ? ഇത് നമ്മൾ ഉദ്ദേശം എന്ന് പറയണത് ഇവിടെ നിന്നുള്ള കടിച്ചിട്ടുള്ള വിഷം ശരീരത്തിൽ കയറുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മസിൽസ് അനങ്ങിക്കഴിയുമ്പോഴാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള ബ്ലഡ് സപ്ലൈ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയാണ് ബൈറ്റ് കിട്ടിയതെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ജോയിൻറ്റിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പലക കഷ്ണം വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു തുണിക്കഷ്ണം വെച്ച് അതിൻ്റെ മേള് തൊട്ട് ആ കടിച്ചതിൻ്റെ തൊട്ട് താഴെ വരെ നമ്മൾ കെട്ടിവെക്കുക. അപ്പോൾ ഇങ്ങനത്തെ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഗ്രാജുവേറ്റഡ് പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കുറയുകയും നമ്മുടെ ഇവിടുത്തെ മൂവ്മെൻറ്റ് കുറയുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ അതുകൊണ്ട് തന്നെ ടൈറ്റായിട്ട് കെട്ടരുത്. നമ്മൾ ചെയ്യണത് ഗ്രാജുവേറ്റഡ് പ്രഷർ ഡ്രസ്സിംഗ് ആണ് ചെയ്യാൻ പാടുള്ളൂ. താങ്ക് യു.